ഒരു ദിവസം ക്ലാസ്സിലേക്ക് വന്ന അധ്യാപകൻ പറഞ്ഞു, അടുത്ത ആഴ്ച ഈ സ്കൂളിലെ കുട്ടികളെ അടുത്തുള്ള തിയേറ്ററിൽ സിനിമ കാണിക്കാനായി കൊണ്ടുപോകുന്നുണ്ട്. 40 പൈസയാണ് ഫീസ്. 25 പൈസ ടിക്കറ്റിനും 15 പൈസ ചായക്കുമാണ്. സിനിമയെന്ന് കേട്ടപ്പോൾ അവന്റെ ഉള്ളിൽ ആവേശം നിറഞ്ഞെങ്കിലും 40 പൈസ എന്ന കടമ്പ ഒരേ സമയം ആവേശത്തെ തല്ലിക്കെടുത്തി. ദാരിദ്ര്യം കൊടുത്തി വാഴുന്ന വീട് അമ്മയോട് ആഗ്രഹം പറഞ്ഞു. 40 പൈസയൊന്നും അമ്മയുടെ കയ്യിലെടുക്കാനില്ല. 25 പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാം. നീ ചായ വേണ്ടെന്ന് വെച്ചാൽ കാര്യം നടക്കില്ലേ? അങ്ങനെ 15 പൈസയുടെ ചായ വേണ്ടെന്ന് അധ്യാപികയോട് പറഞ്ഞു. എല്ലാ കുട്ടികളുടെയും കൂടെ അവനും സിനിമയ്ക്ക് പോയി. ഇന്റർവെൽ ആയപ്പോൾ അധ്യാപകർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ചായക്ക് പൈസ തന്നവർ വന്ന് ചായ കഴിക്കുമെന്ന്. മറ്റ് വിദ്യാർത്ഥികളും അധ്യാപകരും ചായ കുടിക്കുമ്പോൾ അവനും മറ്റ് 2-3 കുട്ടികളും മാത്രം ചായ കുടിക്കാതെ തിയേറ്ററിനകത്തിരുന്നു. പുറത്തുനിന്ന് അകത്തേക്ക് വന്ന പരിപ്പുവടയുടെ ഗന്ധം അവനെ വല്ലാതെ ആകർഷിച്ചു. ആരെങ്കിലും തനിക്ക് ഒരു കഷ്ണം പരിപ്പുവട തന്നെങ്കിലെന്ന് ഉള്ളാലെ ആഗ്രഹിച്ചു. ആരും കൊടുത്തില്ല. കിട്ടാതെ പോയ ആ പരിപ്പുവട ഉണ്ടാക്കിയ ആത്മവിശകലനങ്ങളിൽ നിന്നുമാണ് മലയാളിയുടെ ഉള്ളിൽ ഹരിമുരളി രവം നിറച്ച ഗിരീഷ് പുത്തഞ്ചേരി എന്ന അതുല്യ ഗാനരചയിതാവ് ജനിക്കുന്നത്.